വളരെയധികം ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നൊരു കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നോട് എന്തെങ്കിലും ഒരു സ്വിച്ച് വേർഡ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ മന്ത്ര പെട്ടത്. ആൻഡ് അത് വളരെയധികം ഒരു പവർഫുൾ മന്ത്രയാണ്. നിങ്ങളുടെ ഏതൊരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, PSC UPSC എന്തൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കഴിഞ്ഞാലും, അഥവാ സ്കൂൾ എക്സാംസ്, കോളേജ് എക്സാംസ്, ബാങ്ക് എക്സാം, എന്തൊരു എക്സാമും ആവട്ടെ, അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂ എക്സാംസൊക്കെ ക്രാക്ക് ചെയ്യുന്നവരാണ് കുറേ നാളായിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു പവർഫുൾ മന്ത്രം എനിക്ക് തരാനില്ല. കാരണം അത്രയധികം സക്സസ്ഫുൾ റിസൾട്ട്സ് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏർജൻ്റായിട്ട് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചാൻറ്റ് ചെയ്യാവുന്ന കൂടിയാണ്. അത് അമ്മമാരായാലും അച്ഛന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ മന്ത്ര ചാൻറ്റ് ചെയ്യാം. അവരുടെ ഫോട്ടോ വെച്ച് ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ മനസ്സിലാലോചിച്ച് അവരെന്തൊരു മാർക്കാണോ ആഗ്രഹിക്കുന്നത്, അവരെന്തൊരു സക്സസ് ആണോ ആഗ്രഹിക്കുന്നത്, ആ സക്സസ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ മന്ത്ര ചാൻറ്റ് ചെയ്യാം. പിന്നെ എന്താ മന്ത്ര എന്നും എങ്ങനെ അത് ചെയ്യണ്ടേന്നും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ആർക്കും ഇതിൽ ഡൗട്ട്സ് ഉണ്ടാവാണ്ടിരിക്കാൻ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മന്ത്രമാണ് അംബിക മന്ത്ര. ഇനി ആരാണ് അംബിക? ഷീസ് എ ഡിവൈൻ മദർ. നമ്മുടെ ഒരു ഹിന്ദുയിസത്തിൽ ഡിവൈൻ മദറാണ് അംബിക. ഇത് ഏത് റിലീജിയനും യൂസ് ചെയ്യാം, അങ്ങനെ ഇന്ന റിലീജിയൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു സോൾ കോളിംഗ് ആണ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മന്ത്ര യൂസ് ചെയ്യാം. ഷീസ് എ പവർഫുൾ ഫോം ഓഫ് ശക്തി. ശക്തിയുടെ ഒരു പവർഫുൾ ഫോമാണ് മാ അംബിക. അപ്പോൾ മന്ത്ര ഇതാണ്: അംബിക അനാഥിനിതാന അശ്വാരൂഢ അപരാജിത. ഒന്നും കൂടെ പറയാം: അംബിക അനാഥിനിതാന അശ്വാരൂഢ അപരാജിത. അംബിക അനാഥിനിതാന അശ്വാരൂഢ അപരാജിത. ഈ ഒരു മന്ത്ര എന്തൊരു ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യാനും നിങ്ങളുടെ നിന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും എന്തൊരു കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്, കുറേ നാളായിട്ട് എഫേർട്ട് ഇടുന്ന കാര്യം വെറുതെ മന്ത്ര ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾ ഒപ്പം നിങ്ങളുടെ എഫേർട്ട്സ്, നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് ഈ മന്ത്ര യൂസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു എഫേർട്ടും ബാക്കി ഈ മന്ത്രയും കൂടെ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം 1000% റിസൾട്ട്സ് ഉണ്ടാകും. ഞാൻ ഈ മന്ത്ര ഇന്ന് എൻ്റെ കൺമുന്നിലേക്ക് വന്നപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊരു സൈനാണ്, കുറേ പേർക്ക് എത്തണം എന്നായിട്ട് എടുക്കാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ സൈൻ. ആൻഡ് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്കൊരു പവർഫുൾ സൈനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക, അൺപ്ലാൻഡ് ആയിട്ടായിരിക്കും മുന്നിലേക്ക് വരിക. എനിക്കിത് എന്തുകൊണ്ടോ ഇന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം. കുറേ പഠിക്കുന്ന കുട്ടികളുണ്ട്, പഠിച്ചിട്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് അവർക്കത് കിട്ടാണ്ടായിട്ട് കുറച്ച് വിഷമിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കും ഒക്കെ മക്കൾക്ക് വേണ്ടി ചാൻറ്റ് ചെയ്യാം. ഇപ്പോൾ മക്കൾ ചാൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾക്ക് ചാൻറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്ക് വേണമെന്നുണ്ട്, അത് ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. കഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മന്ത്ര യൂസ് ചെയ്യുക. എന്തുകൊണ്ടും ഈ മന്ത്രം എൻ്റെ മനസ്സിലേക്ക് ഇത്ര നാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആ ഒരു കുട്ടി താങ്ക് യു. ആ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ഫോർ ടെക്സ്റ്റിംഗ് മീ. ആൻഡ് അല്ലെങ്കിൽ ഞാൻ ഈ മന്ത്ര നിങ്ങൾക്കത് ഷെയർ ചെയ്യില്ലായിരുന്നു. ഇന്ന് എനിക്ക് കാണിച്ചു തന്നൊരു സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഇത് ഞാൻ ചാൻറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് കാണാം. ഓക്കെ, എല്ലാവരും മന്ത്രം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് പോയി എഴുതിയെടുക്കാം. എങ്ങനെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ഡെയിലി ചാൻറ്റ് ചെയ്യാം. 108 ടൈംസ് ആയിട്ട് ചാൻറ്റ് ചെയ്യാം. ചാൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ചാൻറ്റ് ചെയ്യാം, രാത്രി കിടക്കുന്നതിന് മുന്നേ ചാൻറ്റ് ചെയ്യാം. മൈൻഡ് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ചാൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പ്രോക്സി ചാൻറ്റിങ്. നമുക്ക് ആർക്കാണോ ചാൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആരാണ് എക്സാം എഴുതുന്നത്, ഇപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാർക്കും ചാൻറ്റ് ചെയ്യാം. അതുപോലെ എത്ര ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ചാൻറ്റിങ്ങിൻ്റെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതിൻ്റെ ഒപ്പം എഫേർട്സും ഇടുക, അതിൻ്റെ ഒപ്പം ചാൻറ്റും ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് ചാൻറ്റിങ്ങും ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ഒബ്സ്റ്റക്കിൾസ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചാൻറ്റിങ്ങിൻ്റെ അളവ് കൂടുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ആയിട്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് വരുന്നില്ല നോക്കാണ്ട് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. നമ്മൾ എത്രത്തോളം ഒരു മന്ത്രം എടുത്ത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രയും അതിൻ്റെ സിദ്ധി കൂടും എന്നാണ് പറയുക. അപ്പോൾ
പഠിക്കുന്ന കുട്ടികളെ എന്നും നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. രാവിലെ എണീറ്റ ഉടനെ ചാൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് ഇതുപോലെ അവർക്ക് ചാൻറ്റ് ചെയ്ത് കൊടുക്കാം. വൈകുന്നേരം ആയാലും രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ എഴുതാം. നിങ്ങൾ പഠിക്കുന്ന ബുക്കുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ എഴുതിയിട്ട് കുറച്ച് നേരം ചാൻറ്റ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങാം. എപ്പോഴൊക്കെ പഠിക്കാൻ തുടങ്ങുന്നോ ഏതൊക്കെ ബുക്കിലാണോ നിങ്ങൾക്ക് ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതാം. അല്ലെങ്കിൽ ആ പഠിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എഴുതാം. ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി. അല്ല പ്രാർത്ഥിക്കുക. നമ്മൾ ആ ഒരു എന്തൊരു കാര്യം പഠിക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ വാട്ടർ ആണെങ്കിൽ രാവിലെ എല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ്. സോ നിങ്ങളുടെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഈ മന്ത്ര ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മന്ത്ര ചാൻറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഇപ്പോൾ 108 ടൈംസ് ആണെങ്കിൽ എല്ലാവരും കൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ വോയിസെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ വീഡിയോ ഇടാം, നിങ്ങൾക്കത് കേട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ഒരു ആഗ്രഹം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ വെള്ളത്തിൽ വെച്ചിട്ട് ചാർജ് ചെയ്താലും മതി. നിങ്ങൾക്കിതിൽ ചൊല്ലിക്കൊണ്ട് വെള്ളം ചാർജ് ചെയ്യാം. ദിവസേന മൊത്തം ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. അതേസമയം പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർ പീരിയഡ്സ് ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങനെയൊക്കെ കുളിച്ചിട്ട് ചെയ്യാൻ പാടുമോ, നോൺ വെജിറ്റ് ചെയ്യാൻ പാടുമോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ രാവിലെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിൽ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യുന്നതിന് രാവിലെ എണീക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഇതിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലിസൺ ചെയ്താലും മതി. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വളരെയധികം പവർഫുള്ളാണ് അല്ലേ. ഇനി ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അവർക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മനസ്സിൽ അവർ വിഷ്വലൈസ് ചെയ്തിട്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഭയങ്കര പവർഫുള്ളാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഈ മന്ത്ര ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി മന്ത്ര അല്ലാണ്ട് നിങ്ങൾ പ്രാക്ടിക്കലി നന്നായി എഫേർട്ട് ഇടുക. നിങ്ങളുടെ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് സക്സസ് അല്ലാണ്ട് നിങ്ങളുടെ മെമ്മറി പവർ, നിങ്ങളുടെ ഫോക്കസ് എല്ലാം കൂടും. അതാണ് ഇതിൻ്റെ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മെമ്മറി പവർ, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം സഹായിക്കും. അത്രയും പവർഫുൾ മന്ത്രമാണ്. പേടിച്ചിട്ട് ആരും ചെയ്യേണ്ട കാര്യമില്ല. ഇത് മന്ത്രമാണ്. അത് നമ്മൾ പ്യുവർ ഇൻറ്റൻഷൻ. ഇവിടെ ആരും യൂണിവേഴ്സ് നമ്മളെ ശിക്ഷിക്കാനൊന്നും ഇരിക്കില്ല. ദൈവം നമ്മളെ ശിക്ഷിക്കാനിരിക്കില്ല. അറിഞ്ഞോ അറിയാണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുണ്ട്, എന്നെ ശിക്ഷിക്കും എന്നുള്ളത്. അല്ല, ഒരിക്കലും. നമ്മുടെ അച്ഛനമ്മമാരെന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ് ആയിക്കഴിഞ്ഞാലും ശിക്ഷിക്കുക പനിഷ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് എടുത്ത് മാറ്റുക. ജെനുവിനായിട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ആ പ്യുവർ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. ആൻഡ് ഒരിക്കലും മിസ്യൂസ് ചെയ്യില്ല. ഒരിക്കലും ഒരു ഈവൽ ഇൻറ്റൻഷനിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും, എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ചാൻറ്റ് ചെയ്യുക, ഇത് കേൾക്കുക. നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പഠിക്കുക. ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ 108 ടൈംസ് കൗണ്ട് വയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. 1008 ടൈംസ് ആക്കാം. നമ്മൾ എത്രത്തോളം ആ ഒരു ടൈം കൂട്ടുന്നു അത്രയും ഒരു മന്ത്രയുടെ സിദ്ധി നമുക്ക് കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മെഡിറ്റേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. മന്ത്ര ചാൻറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യാം. എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാവരുടെയും ഡ്രീം ജോബ്, ഡ്രീം എക്സാംസ് ഒക്കെ പാസ്സാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് മാ അംബിക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ആ കുട്ടിക്കും. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എല്ലാവർക്കും ഗ്രേറ്റ്ഫുൾ. ഈ മന്ത്രം എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഒട്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ് ഈ വീഡിയോൻ്റെ അടിയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെ കമൻറ്റ്സ് ഞാൻ വായിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ബിലീവ് ആൻഡ് ഡെഫിനറ്റ്ലി അതുകൊണ്ട് പോസിറ്റീവ് റിസൾട്ട്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗോഡ് ബ്ലെസ് എവറി സ്റ്റുഡൻസ് ഹു ഈസ് റൈറ്റിംഗ് ഫോർ ദെയർ എക്സാംസ്, ഹു പ്രിപ്പയറിംഗ് ഫോർ ദെയർ എക്സാംസ്. ആൻഡ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.